സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി നവജീവനായിതാ സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. അവനല്ലോ വാനം ഭുവനവുമഖിലം തൻ തിരുമൊഴിയാൽ ഉരുവാക്കിയോ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഇന്നലെ ഇന്നും എന്നുമെന്നാളും അനന്യനായുള്ളവൻ നീ മാത്രം. ഇന്നലെ ഇന്നും എന്നുമെന്നാളും അനന്യനായുള്ളവൻ നീ മാത്രം. ചിന്മയരൂപ നന്മസ്വരൂപ നിൻമൊഴിയെന്നിൽ നിറയണം. ചിന്മയരൂപ നന്മസ്വരൂപ നിൻമൊഴിയെന്നിൽ നിറയണം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. നിരുപമമാകും നിർമ്മല വചനം, സത്യവും ജീവനും നീ മാത്രം. നിരുപമമാകും നിർമ്മല വചനം, സത്യവും ജീവനും നീ മാത്രം. നീതി തന്നിറവേ പാറ തന്നുറവേ നീ മാത്രമെന്നിൽ വാഴേണം. നീതി തന്നിറവേ പാറ തന്നുറവേ നീ മാത്രമെന്നിൽ വാഴേണം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമയോടൊന്നായി അണയുക നാം. അവനല്ലോ വാനം ഭുവനവുമഖിലം തൻ തിരുമൊഴിയാൽ ഉരുവാക്കിയോ. ഗുരുവരനേശുവിൻ മഹിമകൾ പാടാൻ ഒരുമ
ദൈവത്തോടൊന്നായി അണയുക നാം. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പൊതുവെ ആളുകൾക്കില്ല. പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന മതസംബന്ധിയായ ആളുകൾക്കുമില്ല എന്നുള്ളത് ഒരു വലിയ ട്രാജഡിയാണ്. ദൈവത്തെ ദൈവമായിരിക്കുന്നത് പോലെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞോ അറിയാതെയോ കൊച്ചാക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ മതമേഖലകളിൽ സർവ്വസാധാരണമായി സംഭവിക്കുന്ന ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ദൈവം ഒരു കച്ചവടക്കാരനെ പോലെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ച് അതിന് പ്രതിഫലമായി നമുക്ക് ചിലതൊക്കെ മറിച്ച് വിൽക്കുന്ന ഒരുവനാണ് എന്ന തെറ്റിദ്ധാരണ വളരെ പ്രചാരത്തിലുണ്ട്. ദൈവത്തെ നാം നിസാരവൽക്കരിക്കുന്നു, ദൈവത്തെ വളരെ താഴ്ത്തിക്കെട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഫലം. എന്നെ ശ്രമിക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവം ആരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവം തൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സാധാരണ ആളുകൾ കോട്ട് ചെയ്യാറില്ലാത്ത 1-2 വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. റോമാലേഖനം 11:35 റോമാലേഖനം 11:35 ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. ചോദ്യം ശ്രദ്ധിക്കുക, ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ എന്നാണ് ആ ചോദ്യം. മറ്റൊരു വാക്യവും ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ജോബ് 41:11 അതിങ്ങനെ പറയുന്നു: ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാർ. ദൈവത്തിൻ്റെ ചോദ്യമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അർത്ഥവത്തായ ഒരു പ്രസ്താവനയാണിത്. ദൈവത്തിന് മുമ്പ് കൂട്ടി എന്തെങ്കിലും കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുവാനാണ് നാം ഇരിക്കുന്നതെങ്കിൽ നാം ദൈവത്തെ നമ്മെപ്പോലെയുള്ള ഒരുവനായി താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത്. ദൈവം ഒരു കച്ചവടക്കാരനല്ല കേട്ടോ. വല്ലതുമൊക്കെ വാങ്ങിയിട്ട് വല്ലതുമൊക്കെ കൊടുക്കുന്ന ഒരു സാധാരണ കച്ചവടക്കാരൻ്റെ നിലയിലല്ലേ ഇന്നത്തെ പല മതങ്ങളും ദൈവത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്? നേർച്ചപ്പെട്ടികളും നേർച്ച കാഴ്ചകളും പലപ്പോഴും ആ നിലയിലല്ലേ ദൈവത്തെ വലിച്ചു താഴ്ത്തിയിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രപഞ്ചത്തെ ഒറ്റ വാക്കിനാൽ സൃഷ്ടിച്ച ദൈവം, അതേ വാക്കിനാൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ദൈവം, പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും ഉടയവനായ ദൈവത്തിന് നമ്മുടെ കൈകൾ കൊണ്ട് ശുശ്രൂഷയോ നമ്മുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ദാനങ്ങളോ ആവശ്യമുണ്ട് എന്ന് വരുന്നത്, ചിന്തിക്കുന്നത് എത്ര ദയനീയമായൊരു കാഴ്ചപ്പാടാണ് ദൈവത്തെക്കുറിച്ചുള്ളത്. അല്ല കേട്ടോ, ദൈവം നമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന, നമ്മിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുവാൻ കാത്തിരിക്കുന്ന ഒരു കച്ചവടക്കാരനല്ല. സകലതും ദാനമായി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നാം നിൽക്കുന്ന ഭൂമിയും നാം ശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന വെള്ളവും നമ്മുടെ തലമുറകളും നമ്മുടെ ആരോഗ്യവും ശരീരവും സകലതും ദൈവം ദാനമായി നൽകിയതല്ലേ? ഒരാശുപത്രിയിൽ പോയി 1-2 ദിവസം ഓക്സിജൻ നാം ആശുപത്രിക്കാരോട് കടം വാങ്ങിയാൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന തുക ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ ആയുഷ്കാലം മുഴുവൻ 80, 90, 100 വർഷം ദാനമായി ഈ ഓക്സിജൻ മുഴുവൻ സ്വീകരിച്ചിട്ട് ദൈവം നമ്മോട് കണക്ക് ചോദിക്കുന്ന ദൈവമാണ്? വല്ലിയല്ല. ദൈവം എല്ലാം ദാനമായി നൽകുന്ന ദൈവമാണ്. എല്ലാം ദാനമായി നൽകുന്നവനാണ്. നമ്മുടെ ജീവൻ, ആയുസ്, നമ്മുടെ അവസരങ്ങൾ എല്ലാം ദൈവം ദാനമായി നൽകിയതല്ലേ? എന്നാൽ ഈ ദൈവത്തെ നാം ആത്മീയമായ കാര്യങ്ങളിൽ ഒരു കച്ചവടക്കാരനെ പോലെ കണക്കാക്കുന്നത് ശരിയാണോ? ദൈവത്തിന് നാം എന്തെങ്കിലും കൊടുത്ത് ചില സൽപ്രവർത്തികളോ നേർച്ച കാഴ്ചകളോ തീർത്ഥാടനങ്ങളോ നടത്തി ദൈവത്തെ പ്രസാദിപ്പിക്കാം, തൽഫലമായി ദൈവം എനിക്ക് ദൈവരാജ്യം, സ്വർഗം പ്രതിഫലമായി തന്നേക്കുമെന്ന് വിചാരിക്കുന്നത് ന്യായമാണോ? അല്ലേ അല്ല. ദൈവം ദാനങ്ങളെ മാത്രം കൊടുക്കുന്ന സ്നേഹവാനായ ഒരു പിതാവാണ്. ദൈവത്തെക്കുറിച്ച് അതിൽ താഴെ ഒന്നും ചിന്തിക്കുവാൻ നമുക്ക് അവകാശമില്ല. ദൈവം ദാനങ്ങളെ കൊടുക്കുന്ന
സകലവും ധാരാളമായി അനുഭവിക്കുവാൻ നൽകുന്ന സ്നേഹവാനായ ഒരു പിതാവാണ്. പണം ചോദിക്കുന്ന കച്ചവടക്കാരനല്ല എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഉന്നതമായ ധാരണകൾ ഉണ്ടാവുകയും നാം ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കുവാനും കഴിയും. സകലവും ധാരാളമായി അനുഭവിക്കുവാൻ നൽകുന്ന ദൈവമെന്നാണ് ബൈബിൾ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. എത്ര അത്ഭുതകരമായ, എത്ര ആശ്വാസകരമായ, സന്തോഷകരമായ ഒരു വിശേഷണമാണ് അവിടെ എഴുത്തുകാരൻ ദൈവത്തിന് കൊടുത്തിട്ടുള്ളത്. സകലവും ധാരാളമായി അനുഭവിക്കുവാൻ നൽകുന്ന ദൈവം, അതും ദാനമായി അനുഭവിക്കുവാൻ നൽകുന്ന ദൈവം. പ്രിയ സ്നേഹിതരെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന മുഖ്യമായ ആശയമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ നന്മകൾ മാത്രമല്ല, നിത്യതയിലെ നന്മകളും സ്വർഗരാജ്യത്തിലെ നന്മകളും ദൈവം ദാനമായി നൽകുന്നു എന്ന തിരിച്ചറിവില്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവം എന്തെങ്കിലും വാങ്ങിയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നവനാണെന്ന് ചിന്തിക്കുന്നത് ദൈവത്തെ നമ്മൾ വളരെ താഴ്ത്തിക്കെട്ടുന്ന ഒരു ചിന്താ രീതിയാണ് എങ്കിൽ, ദൈവം സ്വർഗമുൾപ്പെടെ സകലതും ദാനമായി നൽകുന്നു എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമല്ലേ? അതല്ലേ അതിൻ്റെ ശരി? അതേ പ്രിയ സ്നേഹിതരെ, ഞങ്ങൾക്ക് പറയുവാനുള്ളത് ദൈവം സ്വർഗം ദാനമായി നൽകുന്നു എന്നാണ്. ആർക്ക്? സ്വാഭാവികമായും ഉയരേണ്ട ചോദ്യമാണ്. ആർക്കാണ് ദൈവം സ്വർഗം ദാനമായി നൽകുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം സ്വർഗം ദാനമായി നൽകുന്നത്. ദൈവം എപ്രകാരമാണ് മനുഷ്യനിൽ പ്രസാദിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്കിഷ്ടമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മുതലാളിയുടെ ഭവനത്തിൽ ജോലിക്ക് പോകുന്ന തൊഴിലാളി മുതലാളിയെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ എന്താണ് ആ ഉടമസ്ഥൻ്റെ താല്പര്യങ്ങൾ, ഏതുതരം ജോലിയാണ് ഈ തൊഴിലാളി ചെയ്യേണ്ടത് എന്ന് തൊഴിലാളി അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്ന തൊഴിൽ ചെയ്തെങ്കിലേ വൈകിട്ട് ശമ്പളം ലഭിക്കുകയുള്ളൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ബുദ്ധിമോശമാണ്. മതങ്ങളുടെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ബുദ്ധിമോശമാണ്. സമൂഹത്തിൽ പതിവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ദൈവം പ്രസാദിക്കും എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിമോശമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരിക്കൽ യഹൂദന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഞങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 6:29 ഈ ചോദ്യം നമ്മൾ കാണുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഞങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യണം? കർത്താവ് കൊടുത്ത ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. സൽപ്രവർത്തികളുടെ ഒരു ലിസ്റ്റ് കൊടുക്കുകയല്ല ചെയ്തത്. പ്രത്യുത ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗം ദൈവം അയച്ചവനായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈശോ മിശിഹായിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ഈശോ മിശിഹായിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ദൈവം നല്ലവനാണ്, യേശു നല്ലവനാണ്, നന്മ ചെയ്യുന്നവനാണ്, രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ്, അത്ഭുത പ്രവർത്തകനാണ് എന്നൊക്കെ യേശുവിനെ അംഗീകരിക്കുന്നതാണ് എന്ന് ചിന്തിക്കാറുണ്ട്. എങ്കിലും അതിനപ്പുറം നാം പോകേണ്ടതുണ്ട്. യേശുവിൻ്റെ ആഗമനോദ്ദേശം രോഗശാന്തിയല്ല, പാപശാന്തിയാണ്. യേശുവിൻ്റെ ആഗമനോദ്ദേശം പാപികളെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം പാപമാണ് മനുഷ്യരെ ദൈവത്തിൽ നിന്നകറ്റിയത്, മറ്റൊന്നുമല്ല, പാപമാണ്. പാപത്തെ പരിഹരിക്കാത്തിടത്തോളം കാലം ഒരു മനുഷ്യനും ദൈവസാമീപ്യം സാധ്യമല്ല തന്നെ. പാപത്തെ പരിഹരിക്കണം. ഈശോ മിശിഹ വന്നത് പാപത്തെ പരിഹരിക്കുവാനാണ്. എപ്രകാരമാണ് ഈശോ മിശിഹ പാപത്തെ പരിഹരിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. എപ്രകാരമാണ് ഈശോ മിശിഹ പാപത്തെ പരിഹരിച്ചത്? നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല കർത്താവ് പാപത്തെ ക്ഷമിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ കർത്താവ് പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആ പറയുന്നതിൻ്റെ പിന്നാമ്പുറത്ത് വലിയ ഒരു വേദശാസ്ത്ര യാഥാർത്ഥ്യമുണ്ട്, ഒരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈശോ മിശിഹ ആ പാപിയുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്നകന്ന് മരിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്, ഇതിൻ്റെ പിൻബലത്തിലാണ് പാപിയുടെ പാപം കർത്താവ് ക്ഷമിക്കുന്നത്. ഇങ്ങനെ സധൈര്യം നമുക്ക് പറയാം, ക്രൂശിനെ മാറ്റി നിർത്തി
യേശുവിൻ്റെ ക്രൂശ് മരണത്തെ മാറ്റി നിർത്തി പാപക്ഷമയ്ക്ക് നീതിപൂർവകമായ ഒരു അടിസ്ഥാനമില്ല തന്നെ. ക്രൂശിനെ മാറ്റി നിർത്തി പാപക്ഷമ സാധ്യമല്ല തന്നെ. പാപിക്ക് വേണ്ടി പരിശുദ്ധനായ ദൈവപുത്രൻ മനുഷ്യനായി തീർന്നു, പാപരഹിതനായി ജീവിച്ചു. പക്ഷേ പാപത്തിൻ്റെ ശമ്പളം പാപിക്ക് വേണ്ടി അവൻ അനുഭവിച്ചു. അതുകൊണ്ട് മാത്രം പാപിക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല. ക്രൂശിനെ മാറ്റി നിർത്തി പാപക്ഷമയ്ക്ക് അടിസ്ഥാനമില്ല. ഈ വസ്തുത ഏതൊരുവൻ വിശ്വസിക്കുന്നുവോ, യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ഞാനത് സ്വീകരിക്കുന്നു, ഇതല്ലാതെ എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ദൈവത്തിന് സ്വീകാര്യമായ, നിയമത്തിന് സ്വീകാര്യമായ, നീതിയുക്തമായ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് എൻ്റെ ശ്രമങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഞാൻ യേശുവിൽ ചാരുന്നു. യേശുവേ, നീയല്ലാതെ എനിക്കൊരു രക്ഷകനില്ല, നിന്നിലൂടെ അല്ലാതെ എനിക്ക് പാപമോചനമില്ല, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് ഏത് കൊടും പാപി പറഞ്ഞാലും അവൻ്റെ എത്ര കടും ചുവപ്പായ പാപങ്ങളും ഹിമം പോലെ വെളുപ്പിക്കുന്ന സ്നേഹവാനായ നീതിമാനായ ഒരു ദൈവം ജീവിക്കുന്നു എന്നതാണ് സുവിശേഷം. യാതൊരു പ്രവൃത്തികളും ചോദിക്കാതെ, നമ്മുടെ യാതൊരു പ്രവൃത്തികളും ആവശ്യപ്പെടാതെ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന തിരുവെഴുത്ത് നിവൃത്തിയാക്കിക്കൊണ്ട് രക്ഷ നമുക്ക് ദാനമായി ദൈവം നൽകുകയാണ്. പുത്രനിൽ വിശ്വസിക്കുക. ഏത് പുത്രനിൽ എന്ന ചോദ്യം വീണ്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ട പുത്രനിൽ, പാപരഹിതനായി ജീവിച്ചിട്ട് സർവ്വലോകത്തിൻ്റെയും പാപത്തെ പേറിക്കൊണ്ട് പാപമറിയാത്തവനെ പാപമാക്കി ക്രൂശിലേറ്റി പിതാവ് കൈവിട്ടപ്പോൾ നമ്മെ കൈവിടാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് പുത്രനെ കൈവിട്ടത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പുത്രൻ നിലവിളിച്ചപ്പോൾ പിതാവ് ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഇപ്രകാരമാകുമായിരുന്നു: മകനെ, നിന്നെ ഞാൻ കൈവിട്ടില്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും എനിക്ക് കൈവിടേണ്ടി വരും. അവരുടെ സ്ഥാനത്ത് അവരുടെ പാപം നിന്റെ മേൽ ചുമത്തി നിന്നെ ഞാൻ കൈവിടുമ്പോൾ അവരുടെ രക്ഷ സാധ്യമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സയുക്തികമായ, സ്നേഹസമ്പൂർണമായ, നീതിപൂർവകമായ ഒരു രക്ഷാമാർഗം വേറെ ഒരിടത്തും നമുക്ക് കാണുക സാധ്യമല്ല, കർത്താവിൻ്റെ ക്രൂശിൽ ഒഴികെ. അതുകൊണ്ടാണ് ബൈബിൾ തറപ്പിച്ചുറപ്പിച്ച് പറയുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ, ക്രൂശിതനായ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് പറയുന്നു. ഞങ്ങൾക്കറിയാം, ഈ പ്രസ്താവന മറ്റ് മതങ്ങളെ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വെല്ലുവിളിക്കുന്നൊരു പ്രസ്താവനയാണ്. ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പറയുന്നത്. പക്ഷേ തിരിച്ച് ചോദിക്കട്ടെ, വേറെ എവിടെയാണ്, വേറെ ഏത് വേദഗ്രന്ഥങ്ങളുടെ താളുകളിലാണ് പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ ഒരവതാര പുരുഷൻ ജന്മമെടുത്തത്? പാപികളെ നിഗ്രഹിക്കുവാൻ വന്ന അവതാര പുരുഷകരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, സതുപദേശം കൊടുക്കുവാൻ വന്ന അവതാര പുരുഷകരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ, പാപമേറ്റെടുത്തുകൊണ്ട് തൻ്റെ പരിശുദ്ധ ശരീരത്തിൽ പാപമേറ്റെടുത്തുകൊണ്ട് മരിക്കുവാൻ വന്ന സ്നേഹവാനായ, നീതിമാനായ ഒരു രക്ഷകനെ കുറിച്ച് ബൈബിളിൻ്റെ താളുകളിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ഞങ്ങൾ അവനെ പ്രസംഗിക്കാം. ഇല്ല കേട്ടോ, ഈശോ മിശിഹ മാത്രമാണ് പാപികൾക്ക് വേണ്ടി മരിച്ച് പാപികളെ രക്ഷിക്കുവാൻ, പാപത്തിന് നീതിപൂർവകമായ പരിഹാരം വരുത്തുവാൻ ഭൂമിയിൽ വന്ന ഏക രക്ഷകൻ. അതുകൊണ്ടാണ് ബൈബിൾ യാതൊരു ഭയവും കൂടാതെ, യാതൊരു മറയുമില്ലാതെ പറയുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്ന്. ഞങ്ങളുടെ ശ്രോതാക്കളോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ മാത്രം നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? അതോ മറ്റു വല്ലവരെയും ഒക്കെ കൂട്ടിയാണോ നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്? യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ. പാപത്തിൻ്റെ ഭാരം ചുമക്കുന്നവരും ആത്മരക്ഷയ്ക്കായി അധ്വാനിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവരെ ആശ്വസിപ്പിക്കാം എന്നു പറഞ്ഞ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ വേറൊരു മധ്യസ്ഥനെ കൂട്ടുന്നവർ മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ യേശുവിനെ വീണ്ടും പോലെ അറിഞ്ഞിട്ടില്ല, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ യേശുവിലേക്ക് ചെല്ലുക. നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായി സ്വയം യാഗമായി തീർന്ന
പരിശുദ്ധനായ ദൈവപുത്രൻ ക്രൂശിൽ കിടന്ന് നിലവിളിച്ചു, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. ആർക്കു വേണ്ടിയാണ് ദാഹിച്ചതെന്നറിയാമോ? വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹത്തേക്കാൾ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് കാൽവരി ക്രൂശിൽ കർത്താവ് പ്രകടിപ്പിച്ചത്. ഈ കർത്താവിലേക്ക് വന്ന് ആ ജീവജലം കുടിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ സർവ്വതും നിവർത്തിച്ച്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലെന്ന് കർത്താവിൻ്റെ സമ്മുഖത്തു നിന്ന് ആ ആശ്വാസവചനം കേൾക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നതെല്ലാം ദാനമായി ലഭിക്കുന്നതാണ് എന്നാണ് നാം കേട്ടത്. സകല പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയവനായിരിക്കുന്ന ദൈവത്തിന് നമ്മുടെ ഏതെങ്കിലും അധ്വാനം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാനായിട്ട് മനുഷ്യൻ അയോഗ്യനാണ്. ദൈവത്തിൽ നിന്ന് സകലവും ദാനമായിട്ടാണ് മനുഷ്യൻ പ്രാപിക്കുന്നത്. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ പ്രവൃത്തി. മനുഷ്യൻ്റെ ആത്മരക്ഷയും ദൈവം മനുഷ്യന് ദാനമായി തൻ്റെ കൃപയാലാണ് നൽകുന്നത്. അത് സൗജന്യമായി മനുഷ്യൻ പ്രാപിച്ചെടുക്കേണ്ടതാണ്. സ്വർഗരാജ്യം അവകാശമാക്കുവാൻ, മനുഷ്യൻ്റെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരുവാൻ, അവന് നിത്യജീവൻ അവകാശമാക്കുവാനുള്ള ഏക മാർഗവും വഴിയും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ലോകത്തിൻ്റെ പാപം ചുമക്കുവാനായി ലോകത്തിലേക്ക് വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. മനുഷ്യൻ പാപിയാണ് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പാപിയായിരിക്കുന്ന മനുഷ്യന് മരണമാണ് ശിക്ഷയായി നൽകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിന് ശിക്ഷയായിരിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ മനുഷ്യന് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. മനുഷ്യൻ്റെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാര മാർഗത്തിനായി ക്രൂശിൽ തൻ്റെ ശരീരത്തെ ഒരു പാപപരിഹാര യാഗമായി കർത്താവായ യേശുക്രിസ്തു സമർപ്പിച്ചു നൽകി. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഏതൊരു വ്യക്തി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയും
ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്താൽ ആ നിമിഷം നമുക്ക് ദൈവമക്കളായി തീരാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മുടെ പാപത്തിന് യഥാർത്ഥമായിരിക്കുന്ന സമ്പൂർണ്ണമായിരിക്കുന്ന പരിഹാരം ക്രിസ്തുവിൽ നമുക്ക് സാധ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണമല്ലാതെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ മറ്റൊരു മാർഗവുമില്ല. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം കൊടുത്തു. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാനായി കർത്താവ് വീണ്ടും വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളേവരും എടുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചന സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളായിരിക്കുന്ന മനുഷ്യരുടെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരുത്തുവാനാണ് എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അതേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഏതൊരു വ്യക്തിക്കും രക്ഷ സാധ്യമാണ്, പാപമോചനം സാധ്യമാണ് എന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. അതേ കർത്താവെ, ഇന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ ഹൃദയത്തോട് കർത്താവ് സംസാരിക്കണമേ, അവരുടെ ജീവിതങ്ങളിൽ അങ്ങ് സ്പർശിക്കണം എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അതേ കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായിരിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാൻ, ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി ഞങ്ങളുടെ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യം.